Dear students, welcome back to the next class of biology. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ചും അതുപോലെ തന്നെ റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? The accidental or involuntary response towards a stimuli is called reflex action. ഏതെങ്കിലും ഒരു സ്റ്റിമുലസിനോട് ആക്സിഡന്റൽ ആയിട്ട് അതല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണ് ഇത് റിഫ്ലെക്സ് ആക്ഷൻ. അതുപോലെ തന്നെ അതിൽ തന്നെ നമ്മൾ സെറിബ്രൽ റിഫ്ലെക്സും സ്പൈനൽ റിഫ്ലെക്സസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ ആ ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ആ രണ്ട് പാർട്ടുകൾ കഴിഞ്ഞു അല്ലേ? നമുക്കറിയാം നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ദെൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഏതൊക്കെ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് 12 പെയർ ക്രാനിയൽ നെർവ്സും 31 പെയർ സ്പൈനൽ നെർവ്സും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നോക്കാം, ഇതിലില്ലാത്ത ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ the activities that takes place beyond the conscious level are controlled by autonomous nervous system. നമ്മുടെ കോൺഷ്യസ് ലെവലിന് പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് ഇത്, ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്നേക്കിനെ കണ്ടു, അതല്ലെങ്കിൽ ഒരു ഡോഗിനെ കണ്ടു. അപ്പൊ ഈ സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കും അല്ലേ? എന്തൊക്കെ ചേഞ്ചസ് ആണ് നടക്കുന്നത്? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. ഇത് നമ്മൾ അറിയുന്നുണ്ടോ? അൺകൺട്രോൾഡ് ആയിട്ടാണ് അല്ലേ ഹാർട്ട് ബീറ്റ് കൂടും. നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും അല്ലേ? ഇനി നമുക്ക് യൂറിനേഷനുള്ള ഒരു സെൻസേഷൻ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? ഷിവർ ചെയ്യും, വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ ഇത്തരം പ്രോസസ്സുകളൊക്കെ, അതായത് നമ്മുടെ കോൺഷ്യസ് ലെവലിന് ബിയോണ്ട് പുറത്ത് നടക്കുന്ന ഇത്തരം ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ഇത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. മനസ്സിലായോ? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ടിവിറ്റി ദാറ്റ് ടേക്സ് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കോൾഡ് അല്ലെങ്കിൽ ആർ കൺട്രോൾഡ് ബൈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇനി ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന രണ്ട് പാർട്ടുകളാണ് ഈ പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും സിമ്പത്തറ്റിക് സിസ്റ്റവും. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ഏത്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മുടെ കോൺഷ്യസ് ലെവലിന് പുറത്ത് നടക്കുന്ന പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുക, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെർവസ് സിസ്റ്റത്തിലെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് ഇത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് ഏതൊക്കെ? സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മൾ ഇന്ന് ന്യൂറൽ ഡിസോർഡേഴ്സിനെ, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ 3 ഡിസീസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്: പാർക്കിൻസൺസ്, അൽഷുമേഴ്സ് ആൻഡ് എപ്പിലെപ്സി. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് നോട്ട് കൊടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ആരെ കുറിച്ച് പഠിക്കാം? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നാണ് ഞാൻ പറഞ്ഞത്? Activities that takes place beyond the conscious level are controlled by autonomous nervous system. Autonomous nervous system is a part of peripheral nervous system. Okay, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഏതൊക്കെ? സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ, നമ്മൾ ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനെ ഫേസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ സഡൻ ചേഞ്ചസ് നടക്കും അല്ലേ? അപ്പൊ ഈ ചേഞ്ചസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിലെ ഒരു ഭാഗമാണ് ഇത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു സിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 18 എടുക്കുക. അതിൽ ഈ കാണിച്ചിട്ടുള്ള പോലെ സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലും നടക്കുന്ന പ്രോസസ്സുകൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം.
നോക്കുക, നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലെ സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. ഇപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോൾ വഴിയിലൊരു പാമ്പ് കിടക്കുകയോ അതല്ലെങ്കിൽ ഒരു നായ കുറച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ ഓടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ചേഞ്ചസിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ സഹായിക്കുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. നോക്കുക, ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഐയിലെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും, നമ്മുടെ കണ്ണൊന്ന് ബൾജ് ചെയ്യും അല്ലേ, നമ്മളിങ്ങനെ തുറച്ച് നോക്കുക എന്ന് പറയില്ലേ. ഓക്കെ, അപ്പോൾ ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡയലേറ്റ്, നമ്മുടെ ഐയിലെ പ്യൂപ്പിൾ ഡയലേറ്റ് ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ്, അതായത് നമ്മുടെ ഉമിനീരിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. ട്രക്കിയ എക്സ്പാൻഡ്, ട്രക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് അല്ലേ ലങ്സിലെ ട്രക്കിയ, അതായത് എയർ പൈപ്പാണ്. അപ്പോൾ ആ ട്രക്കിയ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, നമ്മൾ ശ്വാസോച്ഛ്വാസം കൂടാൻ തുടങ്ങില്ല ആ സമയത്ത്. ദെൻ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ആവും. ഓക്കെ, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസൊക്കെ എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും അല്ലേ. ഇനി നോക്കുക, അടുത്തതാണ് നമ്മുടെ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. അതായത് നമുക്ക് എന്താണ്, ഗ്ലൂക്കോസിൻ്റെ അളവ്, എനർജി കിട്ടണമെങ്കിൽ അവിടെ ഗ്ലൂക്കോസ് വേണമല്ലേ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഫോമിലാണ് നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദ ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജൻ എന്തായിട്ട് മാറും, ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യും. ദെൻ പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ സ്ലോ ഡൗൺ. ഓക്കെ, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്, ഇൻറ്റസ്റ്റൈനിലെ പെരിസ്റ്റാൾസിസ് എന്നുള്ള മൂവ്മെൻറ്റൊക്കെ നമ്മൾ 9th പഠിച്ചതാണല്ലേ. ഫുഡിൻ്റെ ആ മൂവ്മെൻറ്റാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മളെ പെരിസ്റ്റാൾസിസിൻ്റെ മൂവ്മെൻറ്റ് കുറയാൻ തുടങ്ങും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഇൻക്രീസസ്, നമ്മുടെ ബോഡിയിൽ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങും. ദെൻ യൂറിനറി ബ്ലാഡർ റീഗെയിൻ നോർമൽ സ്റ്റേറ്റ്, നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും, നോർമൽ സ്റ്റേറ്റിലോട്ട് മാറും. ഓക്കെ, ഇത്രയുമാണ് എന്ത്, സിമ്പത്തറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നടക്കുന്നത്. അത് മനസ്സിലായോ? ഓക്കെ, ഇനി ഈ എമർജൻസി സിറ്റുവേഷനിലാണ് സിമ്പത്തറ്റിക് സിസ്റ്റം ആക്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, പഴയ പടിയാവും അല്ലേ. നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ട് പേടിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ സ്റ്റേറ്റിലോട്ട് തന്നെ മാറും. അപ്പോൾ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഇനി നമുക്ക് ഇത് ഓരോന്നും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നോക്കുക, ദ പ്യൂപ്പിൾ ഇൻ ദ ഐ കൺട്രാക്റ്റ്. എന്താണ്, നമ്മുടെ ഐയിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യും, കൺട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അത് സങ്കോചിക്കും, പഴയപടി തന്നെ ആവും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്, നമ്മുടെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടാൻ തുടങ്ങും. സിമ്പത്തറ്റിക് ആകുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസസ് ആണ് കേട്ടോ. ഇനി പാരാസിമ്പത്തറ്റിക്കിലെ നെക്സ്റ്റ് ആണ് ട്രക്കിയ കൺട്രാക്റ്റ് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും, നമ്മുടെ ട്രക്കിയ നോർമൽ സ്റ്റേറ്റിലോട്ട്, അതായത് സങ്കോചിക്കും, കൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുങ്ങും കേട്ടോ. ദെൻ ഹാർട്ട് ബീറ്റ് ബിക്കം നോർമൽ, ഹാർട്ട് ബീറ്റൊക്കെ നോർമലാവും. അത് കഴിഞ്ഞ് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ. ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് നോർമലാവും. ഓക്കെ, ദെൻ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ. എന്ത് ചെയ്യും, ഇനി നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ബിക്കം നോർമൽ. നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള പെരിസ്റ്റാൾസിസ് എന്നുള്ള പ്രോസസ്സ് നോർമലായിട്ട് മാറും. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്, ഹോർമോണിൻ്റെ പ്രൊഡക്ഷനൊക്കെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. യൂറിനറി ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. യൂറിനറി ബ്ലാഡർ കൺട്രാക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുരുങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രവർത്തിക്കുക സിമ്പത്തറ്റിക് സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ തുടർച്ചയായിട്ട് ആരും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലും സിമ്പത്തറ്റിക് സിസ്റ്റത്തിലും നടക്കുന്ന ഓരോ ഓർഗൻസിൻ്റെയും ആക്ഷൻസ് നിങ്ങൾ കോളം വരച്ച് എഴുതാനാണുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വർക്ക് ചെയ്യാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും മനസ്സിലായില്ലേ?
നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ന്യൂറൽ ഡിസോർഡേഴ്സ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന 3 ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് 3 ഡിസീസ് എന്ന് പറയുന്നത് അൽഷിമേഴ്സും പാർക്കിൻസൺസും എപ്പിലെപ്സിയുമാണ്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർമ്മക്കുറവാണ് അല്ലേ. പാർക്കിൻസൺസ് എന്ന് പറയുന്ന അസുഖം നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടായിരിക്കില്ല, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അത് പഠിക്കാം. എപ്പിലെപ്സി നമ്മൾ കോമൺ ആയിട്ട് കേട്ടതാണ്, അപസ്മാരമാണ്. ഓക്കെ, അപ്പൊ ഈ 3 ഡിസീസും ഏതിൽ വരുന്നതാണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഡിസീസുകളാണ്. നോക്കുക, ദ ഡിസീസസ് എഫക്റ്റ് ഇൻ ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഡിസീസുകളാണ്. അതിൽ ഫസ്റ്റ് ഡിസീസാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സിൻ്റെ കോസസ്, കാരണങ്ങൾ, എന്തുകൊണ്ടാണ് അൽഷിമേഴ്സ് ഉണ്ടാവുന്നത്? അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോലുബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ദെൻ ദ ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറൽ ടിഷ്യൂസിൽ ഒരു പ്രോട്ടീൻ, ആ പ്രോട്ടീൻ്റെ പ്രത്യേകത എന്താ? ഇൻസോലുബിൾ പ്രോട്ടീൻ. ഒക്കെ അലിഞ്ഞു ചേരാത്ത ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ അക്യുമുലേറ്റ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്, ന്യൂറോൺസ് ഒക്കെ നശിച്ചു പോകും. അതാണ് അൽഷിമേഴ്സ് എന്നുള്ള രോഗത്തിൻ്റെ കാരണം. ഇനി നോക്കുക, അൽഷിമേഴ്സിൻ്റെ സിംറ്റംസ് ആണ് ലോസ് ഓഫ് മെമ്മറി. ലോസ് ഓഫ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മ നഷ്ടപ്പെടുക. അതുപോലെ തന്നെ ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇനബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്. അവരുടെ റൂട്ടീൻ വർക്ക്സ് തന്നെ അവരെന്ത് ചെയ്യുക? മറന്നു പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അൽഷിമേഴ്സ്. അൽഷിമേഴ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂറൽ ഡിസോർഡറാണ്, ഡിസീസാണ്. അതിന് കാരണം അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോലുബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ദെൻ ദ ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. അതിൻ്റെ സിംറ്റംസ് ആണ് ഏതൊക്കെ? ലോസ് ഓഫ് മെമ്മറി, ഇനബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ദെൻ ഇനബിലിറ്റി ടു ഡു റൂട്ടീൻ വർക്ക്സ്. നെക്സ്റ്റ് ആണ് പാർക്കിൻസൺസ്. പാർക്കിൻസൺസിൻ്റെ കോസസ് നോക്കുക. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ. അതായത് ബ്രെയിനിലുള്ള ഗാംഗ്ലിയോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസിൻ്റെ ഒരു കൂട്ടമാണ് കേട്ടോ. ന്യൂറോണുകളുടെ ഒരു കൂട്ടമായിട്ട് ന്യൂറോൺസ് കാണപ്പെടുക, അത്ര നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലെ ഈ ന്യൂറോൺസിൻ്റെ കൂട്ടമായിട്ടുള്ള ഈ ഗാംഗ്ലിയോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഡിസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങും, നശിച്ചു പോകാൻ തുടങ്ങും. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ, എ ന്യൂറോ ട്രാൻസ്മിറ്റർ, റെഡ്യൂസസ്. നമുക്കറിയാം ന്യൂറോൺസിൻ്റെ സിനാപ്റ്റിക് നോബ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള, സിനാപ്റ്റിക് നോബിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിളാണ് ഡോപ്പമൈൻ. ഓക്കെ, അപ്പോൾ പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസിൽ അവരുടെ ബ്രെയിനിലുള്ള ഗാംഗ്ലിയോൺസ് ഒക്കെ നശിച്ചു പോകും. ഗാംഗ്ലിയോൺസ് നശിക്കുന്നത് മൂലം ഡോപ്പമൈൻ എന്ന് പറയുന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കുറയാൻ തുടങ്ങും. ഓക്കെ, ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂറോൺസിൻ്റെ കൂട്ടല്ലേ. അപ്പോൾ ഈ ന്യൂറോൺസൊക്കെ നശിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ന്യൂറോൺസിൻ്റെ ഉള്ളിലുള്ള ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ലെവലും റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതാണ് അതിൻ്റെ മെയിൻ കോസ്. ഇനി അതിൻ്റെ സിംറ്റം നോക്കുക. ലോസ് ഓഫ് ബോഡി ബാലൻസ്. ബോഡി ബാലൻസ് നഷ്ടപ്പെടും. അതാണ് അവരുടെ മെയിൻ സിംറ്റം കേട്ടോ. ബോഡി ബാലൻസ് അവർക്ക് തീരെ ഉണ്ടായിരിക്കില്ല. ദെൻ ഇറഗുലർ മൂവ്മെൻറ്റ്സ് ഓഫ് മസിൽസ്. അവരുടെ മസിൽസൊക്കെ ഇറഗുലറായിട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ അവർക്കൊരു ഒബ്ജക്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കൈ ആ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ ഡയറക്ഷനിലോട്ടായിരിക്കും അവരുടെ ഹാൻഡ് അവിടെ നിന്ന് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇറഗുലർ മൂവ്മെൻറ്റ്സ്, മസിൽസൊക്കെ ഏത് ഭാഗത്തോട്ടാണോ അവർ പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റോ സൈഡ്സിലോട്ടോ ആയിരിക്കും അവരുടെ മസിൽ മൂവ് ചെയ്യുക. അതാണ് ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്. ദെൻ ഷിവറിങ് ഓഫ് ദ ബോഡി. അവരുടെ ബോഡി നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരിക്കും. ദെൻ പ്രൊഫ്യൂസ് സലൈവേഷൻ. വായിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഉമിനീരൊലിച്ചു കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് പാർക്കിൻസൺസ് എന്നുള്ള പേഷ്യൻസിൻ്റെ ലക്ഷണം. രോഗത്തിന് കാരണം എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ, ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ റെഡ്യൂസസ്. അതിൻ്റെ സിംറ്റംസ് എന്താണ്? ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഇറഗുലർ മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, ഷിവറിങ് ഓഫ് ദ ബോഡി, പ്രൊഫ്യൂസ് സലൈവേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസീസാണ് എപ്പിലെപ്സി. നോക്കുക, എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരമാണ്.
അതിൻ്റെ കോസസ് നോക്കുക. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്, കണ്ടിന്യൂസ് ആയിട്ട് ഇറഗുലറായിട്ട് ഇലക്ട്രിക് ചാർജ് എന്ത് ചെയ്യുക, ഫ്ലോ ചെയ്യുക. ഇപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ആണല്ലേ. അപ്പോൾ ഈ ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആവുക, അതുപോലെ തന്നെ ഇറഗുലർ ആവുക. ഓക്കെ, ഇനി അതിൻ്റെ സിംറ്റംസ് നോക്കുക, ലക്ഷണങ്ങൾ നോക്കുക. എപ്പിലെപ്സി ഡ്യൂ ടു ദ കണ്ടിന്യൂസ് മസ്കുലർ കൺട്രാക്ഷൻ. എന്താണ് എപ്പിലെപ്സി ഉണ്ടായിട്ടുള്ള പേഷ്യൻറ്റിന് അവരുടെ മസിൽ എന്ത് ചെയ്യും, കൺട്രാക്റ്റ് ചെയ്യും, മസിലൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകും അല്ലേ. അവരുടെ കൈയൊക്കെ അവർ അപസ്മാരം ഇളകി വീണിട്ടുണ്ടെങ്കിൽ കൈയൊക്കെ എന്ത് ചെയ്യും, വലിഞ്ഞു മുറുകി, കൈയും കാലൊക്കെ വലിഞ്ഞു മുറുകിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. Then frothy discharge from the mouth, clenching of teeth, following which the patients fall unconscious. ഫ്രോത്തി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അവരുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നുണ്ടായിരിക്കും. അതാണ് ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത് എന്ന് പറയുന്നത്. ദെൻ ക്ലഞ്ചിങ് ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പല്ല് കടിച്ച് പിടിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ഇറുക്കി പിടിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പിലെപ്സി എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. അതിൻ്റെ സിംറ്റംസ് ആണ് ഏതൊക്കെ, കണ്ടിന്യൂസ് മസ്കുലർ കൺട്രാക്ഷൻ, ദെൻ ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്ത്, ക്ലഞ്ചിങ് ഓഫ് ടീത്ത്, പിന്നെ അവസാനം ആ പേഷ്യൻ്റ് എന്താവും, ഫോൾ അൺകോൺഷ്യസ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം ആ പേഷ്യൻ്റ് അബോധാവസ്ഥയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ന്യൂറൽ ഡിസോർഡേഴ്സ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ന്യൂറൽ ഡിസോർഡേഴ്സിനെ കുറിച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.